ശോഭാ സുരേന്ദ്രന് ഒപ്പമെത്തി വോട്ടർമാർക്ക് പണം നൽകിയ സിമി സജീവിന്റെ ചിത്രങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരാളെ അറിയില്ല എന്നുള്ളതായിരുന്നു ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. അതിന് മറുപടിയായാണ് ഈ ചിത്രങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പാലക്കാട് പ്രചാരണത്തിനെത്തിയപ്പോൾ സിമി ശോഭാ സുരേന്ദ്രനൊപ്പം ഉണ്ടായിരുന്നു. മുംബൈയിൽ സ്ഥിരതാമസക്കാരിയായ സിമി സുരേഷ് ഗോപിക്ക് വേണ്ടിയും പ്രചാരണത്തിന് എത്തിയിട്ടുണ്ട്. വോട്ടിന് പണം നൽകിയ സംഭവത്തിൽ NDA പ്രതിനിധികൾക്കെതിരെ പാലക്കാട് ടൗൺ സൗത്ത് പോലീസാണ് കേസെടുത്തത്. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെയാണ് BJPയെ പ്രതിരോധത്തിലാക്കി വോട്ടിന് നോട്ട് ആരോപണം കത്തിക്കയറിയത്. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനൊപ്പമെത്തിയ സിമി സജീവ് വോട്ടറുടെ കൈമടക്കിൽ പണം വച്ചു നൽകുന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടു. എന്നാൽ സിമി തനിക്കൊപ്പം ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം. നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ ഈ സ്ത്രീ ആരാണ്? എന്റെ കൂടെ ഇല്ലല്ലോ. ഞാനും പ്രമിള ആ സ്ത്രീ എന്തുകൊണ്ടാ കാറിൽ കാണുന്ന ഭാഗം നിങ്ങൾ കാണിക്കാത്തത്? എന്റെ കാറിലാണോ അവര് വന്നത്? ഇല്ല. ഈ ദൃശ്യങ്ങളിലുള്ള ഈ കാറിൽ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നത് ആരാണ്? കാണിക്കൂ, പുറത്ത് കാണിക്കൂ. ഇതിലൊരു വെള്ള ചുരിദാർ ഇട്ട ഒരു സ്ത്രീ ഇരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് സിമിയുടെ ഫോട്ടോകൾ പുറത്തുവിട്ടത്. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പാലക്കാട് പ്രചാരണത്തിനെത്തിയപ്പോൾ സിമി സജീവ് ശോഭാ സുരേന്ദ്രനൊപ്പമുണ്ടായിരുന്നു. സിമി മുംബൈയിൽ സ്ഥിരതാമസമാക്കിയ മലയാളിയാണെന്ന് 24 അന്വേഷണത്തിൽ കണ്ടെത്തി. നോർത്ത് മുംബൈ BJP സൗത്ത് ഇന്ത്യൻ സെൽ ജനറൽ സെക്രട്ടറിയായിരുന്ന ഇവർ സുരേഷ് ഗോപിക്ക് വേണ്ടിയും പ്രചാരണം നടത്തിയിട്ടുണ്ട്. അതേസമയം വോട്ടിന് നോട്ട് പരാതിയിൽ പാലക്കാട് ജില്ലാ കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകി. ഗൗരവം കണക്കിലെടുത്ത് കൂടുതൽ വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് റിപ്പോർട്ടിൽ. മറ്റു നടപടികളിലേക്ക് കടക്കുകയാണ്. SP-യോട് സംസാരിച്ചിരുന്നു. FIR പോലെയുള്ള മറ്റു നടപടികൾ നടന്നു വരിക. പെരുമാറ്റ ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്ന് വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അത് അവരുടെ എൻക്വയറി ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് വേണ്ട നടപടി അത് ജില്ലാ കളക്ടർ എടുക്കും. ഈ മാസം 11-നകം വിശദ റിപ്പോർട്ട് നൽകണമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.